ലഖിംപൂർ ഗേരി കൂട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതിയും കേന്ദ്രമന്ത്രി അജയ് കുമാർ മിശ്രയുടെ മകനുമായ ആശിഷ് മിശ്രയ്ക്ക് ഇടക്കാല ജാമ്യം. സുപ്രീം കോടതിയാണ് 8 ആഴ്ചത്തേക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ജാമ്യ കാലയളവിൽ ഉത്തർപ്രദേശിലും ഡൽഹിയിലും താമസിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ജാമ്യത്തിലിറങ്ങി ഒരാഴ്ചയ്ക്കകം UP വിടണമെന്നും കോടതി നിർദ്ദേശിച്ചു. സർക്കാരിനെ പ്രതിരോധത്തിലാക്കി മദ്രാസ് IIT റിപ്പോർട്ട്. കോഴിക്കോട് KSRTC ടെർമിനലിന്റെ ബലക്ഷയം അതിഭയാനകമെന്ന റിപ്പോർട്ട്. 98% തൂണുകളും ബലപ്പെടുത്തണമെന്ന് മദ്രാസ് IIT തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ടെർമിനൽ നിർമ്മാണ ചുമതല വഹിച്ച ആർക്കിടെക്റ്റിൽ നിന്ന് പിഴ ഈടാക്കി കേസുമായി മുന്നോട്ട് പോകണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. മദ്രാസ് IIT സംഘം 15 മാസം എടുത്ത് നടത്തിയ പഠനത്തിനൊടുവിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് കോഴിക്കോട് മാവൂർ റോഡിലെ KSRTC ടെർമിനലിന്റെ ബലക്ഷയം അതിഭയാനകമാണെന്ന് വ്യക്തമാക്കുന്നത്. മദ്രാസ് IIT സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി പ്രൊഫസർ അളകസുന്ദരമൂർത്തിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. 98% തൂണുകളും 80% ബീമുകളും 18% സ്ലാബുകളും ബലപ്പെടുത്തണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതിനായി നികുതിയില്ലാതെ തന്നെ 29.6 കോടി രൂപ ചെലവഴിക്കേണ്ടി വരും. ആർക്കിടെക്റ്റിൽ നിന്നും പിഴ ഈടാക്കി കേസുമായി മുന്നോട്ട് പോകണമെന്നും ഈ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. മന്ത്രി ആന്റണി രാജുവിനാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സംഘം കൈമാറിയത്. അറ്റകുറ്റപ്പണി നടക്കുന്ന കാലയളവിൽ 2 മാസത്തേക്ക് KSRTC സ്റ്റാൻഡ് മാവൂർ റോഡിൽ നിന്നും മാറ്റേണ്ടി വരും.